കുഞ്ഞുങ്ങൾ ഈ ഡെക്കറേഷനൊക്കെ അറേഞ്ച് ചെയ്യാനും ഈ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യാനും ഇടയ്ക്ക് പനിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനുവേണ്ടി അധ്വാനിച്ചു. പ്രത്യേകമായിട്ട് ഇക്കാര്യത്തിൽ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ഇറക്കി പറയാൻ പ്രിയ ലവ്ലി ആൻഡ് ക്ഷണിച്ചു. എല്ലാ കുടുംബക്കാരെ അങ്ങനെ ഞാൻ സംബോധനയായിട്ട് നമ്മുടെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഈ പ്രോഗ്രാം ഒരു ചെറിയ സമയം കൊണ്ട് ഇത്രയും നല്ലതായിട്ട് നടത്തിയ നമ്മുടെ യുവജന പ്രസ്ഥാനക്കാരോട് അവരെ ഒരു അഭിനന്ദനം അറിയിച്ചില്ലെങ്കിൽ ഈ പരിപാടി പൂർണ്ണമാകത്തില്ല തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് തൊണ്ട ചുമ ഒക്കെ ആയിട്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ അമല എത്ര നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തു. അമലിന്റെ മധുരമായ എല്ലാവരുടെയും ഗാനങ്ങളും പരിപാടികളും നമ്മുടെ പിള്ളേരുടെ ഡാൻസുകള് പാട്ടുകള് എല്ലാം വളരെ നന്നായിരുന്നു. ഒരു ചെറിയ സമയം എല്ലാവർക്കും അസുഖമായിരുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് ഈ പരിപാടി ഇത്രയൊക്കെ മാറ്റി വെച്ചെങ്കിലും ഈ ചുരുങ്ങിയ സമയത്തിൽ ഇത്രയും ഭംഗിയായിട്ട് ഇത് നടത്തിയ ഈ യുവജന പ്രസ്ഥാനത്തിന് പ്രത്യേകമായ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വളരെ നന്ദി. പ്രിയാനിയെ ക്ഷണിക്കുന്നു. അതിനുമുമ്പായിട്ട് പടിഞ്ഞാറ് വശത്ത് നമ്മൾ പോകുമ്പോൾ ഒരു ബോർഡ്, വൈറ്റ് ബോർഡ് അവിടെ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം എഴുതാം, ഒറ്റ വാക്കിൽ എഴുതാം, ഒരു ഒപ്പിടാം, പേരെഴുതി ഒപ്പിടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു ഒപ്പ് അവിടെ ചാർത്തണമെന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ഏറ്റവും ആദരണീയനായ വികാരിയച്ഛൻ, ക്ഷണിക്കപ്പെട്ട സദസ്സ്, ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത യുവജന പ്രസ്ഥാന അംഗങ്ങളെ, പ്രത്യേകിച്ച് അതിൻ്റെ കൺവീനറായി പ്രവർത്തിച്ച അമൽ ജോർജ്, ഒരു കാര്യം പറയട്ടെ. ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ആ പ്രോഗ്രാമിന് നമ്മൾ സാധാരണ പല ഭാഗങ്ങളുണ്ട്. അതിന് ഒരു ഇൻട്രൊഡക്ടറി പാട്ട് കാണും, പിന്നെ അതിൽ സീരിയസ് ആയിട്ടുള്ള ഏത് കാര്യത്തിനാണോ ആ പ്രോഗ്രാം നടത്തുന്നത് അതിനെ സംബന്ധിച്ച് ഒരു പ്രോഗ്രാം കാണും, പിന്നെ സീരിയസ് ആയിട്ടുള്ള പ്രോഗ്രാം കാണും, അത് കഴിഞ്ഞിട്ട് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പ്രോഗ്രാം കാണും. അങ്ങനെ പല തട്ടിലുള്ള പ്രോഗ്രാംസ് ആണ് നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഇവിടെ വന്ന് ഇരുന്നപ്പം തൊട്ട് അവസാനം വരെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. ആൻഡ് ഇറ്റ് കെപ്റ്റ് ദ സ്റ്റാൻഡേർഡ്. എനിക്ക് പറയുന്നത് ഹൈ സ്റ്റാൻഡേർഡ് പ്രോഗ്രാം. ആൻഡ് ഇറ്റ് ഈസ് നോ അതർ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ. ഫാന്റാബുലസ്. പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു, വന്ന എല്ലാവരോടും നന്ദി പറയുന്നു. അമൽ ജോർജിന് 1000 നന്ദി ആൻഡ് ഒരു പൂച്ചൻ. പ്രത്യേകമായിട്ട് ഇന്നത്തെ പ്രോഗ്രാമിന് നന്ദി അർപ്പിക്കാനായിട്ട് പ്രിയ അമലിനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ആഷ്ബിയച്ചൻ, ക്ഷണം സ്വീകരിച്ച് മുഖ്യാതിഥിയായി കടന്നു വന്ന കോശിയച്ചൻ, ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുമേ, അലോഹ 2026 എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നമ്മൾ ആക്ച്വലി ക്രിസ്മസ് ഈ പ്രോഗ്രാമായിട്ടായിരുന്നു കരോണിന് ശേഷം നടത്താനായിട്ട് ആലോചിച്ചത്. നടന്നില്ല. പല കാരണങ്ങളാൽ ഒരാഴ്ച മാറി, 2 ആഴ്ച മാറി, ജനുവരി 4 പിന്നെ അവസാനം ആ ഒരു ഈവിൻ്റെ ഒരു എഫക്റ്റ് പോയി എന്ന് തോന്നിയപ്പോഴും ആക്ച്വലി നമുക്ക് വിഷമമായിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു ഈവ് നടത്താനായിട്ട് സാധിക്കാതെ പോയത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കുടുംബ സംഗമ പരിപാടിയായിട്ട് അവതരിപ്പിക്കാമെന്ന് ആലോചിച്ചത്. അത് കമ്മിറ്റിയിൽ നമ്മൾ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു. ഉടനെ തന്നെ ആക്ച്വലി അതിനകത്ത് എതിർപ്പൊന്നും വന്നില്ല. നടത്തിക്കോ എന്നൊരു സാധനം മാത്രമേ പറഞ്ഞുള്ളൂ. അതിന് തന്നെ ഇതിനകത്ത് യാതൊരു മുടക്കവും കൂടാതെ, ഇതിനകത്ത് സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടും എല്ലാ രീതിയിലും നമ്മളോട് സഹകരിച്ച് നമ്മുടെ കൂടെ പിന്താങ്ങായി കൂടെ നിന്ന ബഹുമാനപ്പെട്ട ആഷ്ബിയച്ചൻ, കൊച്ചമ്മ, ഇടവക കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേക ട്രസ്റ്റി സെക്രട്ടറി അങ്കിൾമാർ, എല്ലാവരോടുള്ള നന്ദി ഞാൻ ആദ്യമേ അറിയിച്ചു കൊള്ളട്ടെ. ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു നന്ദി, ഈ ഇടവകയിൽ നിന്നുള്ള ഒരു അംഗമല്ല ഇരുന്നിട്ട് കൂടി ഞാൻ ആക്ച്വലി മെഡലി സെഷൻ ആലോചിച്ചപ്പോൾ എന്ത് ചെയ്യും, കരോക്കെ ഇട്ടാൽ എല്ലാ പാട്ടുകളും തമ്മിൽ ഒരു സിങ്കില്ല, അതിനകത്ത് എന്ത് ചെയ്യുന്ന ഒരു ആലോചന വന്നപ്പോഴാണ് ഒരു കീബോർഡിസ്റ്റിനെ എടുക്കാമെന്ന് നമ്മൾ ആലോചിച്ചത്. നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് വിളിച്ചു നോക്കി, ഓരോരുത്തരും ഓരോരോ ഒഴിവുകൾ പറഞ്ഞു. കവടിയാറിൽ നിന്നാണ് എനിക്കൊരു ചേട്ടനെ കിട്ടിയത്. ഞാൻ ആക്ച്വലി വിളിച്ചപ്പോൾ എന്നോട്
ഞാൻ ചോദിച്ചു ചേട്ടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ, വരുമോ, ഇങ്ങനെ ഒരു പരിപാടിയാണ്. എന്നോട് എടുത്തടിച്ചോലെ പറഞ്ഞു സാധനം, എടാ നമുക്ക് ബുധനാഴ്ച വെള്ളിയാഴ്ച പ്രാക്ടീസ് വെച്ചാലോ, ഇത് മാത്രം. അപ്പൊ ഞാൻ വല്ലാണ്ട് അങ്ങനെ അല്ലല്ലോ നോർമലി എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ പറയണമല്ലോ. എനിക്ക് അങ്ങനത്തെ ഒരു സാധനം കിട്ടില്ല. പുള്ളി സോറി ഞാൻ പേര് പറഞ്ഞില്ല, സജിൻ എന്നാണ്, കവടിയാറെന്നാണ് അദ്ദേഹം വരുന്നത്. ചേട്ടൻ ഫിലിം ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ തിരക്കുകളുടെ ഇടയിലും നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി പുള്ളി തന്നെ ഇങ്ങോട്ട് സമയം പറഞ്ഞു, ഡേറ്റ് പറഞ്ഞു. അന്നും ഇന്നും എല്ലാം കറക്റ്റ് സമയത്ത് പുള്ളി എത്തി, നമ്മളാണ് ലേറ്റ് ആയത്. ഈ ഒരു സെഷന് നല്ലൊരു രീതിയിൽ തന്നെ ഒരു പിന്താങ്ങ നൽകി നമ്മളെ സഹായിച്ച സജിൻ ചേട്ടന് ഹൃദയത്തിൽ നിന്ന് താങ്ക് യു. പിന്നെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ എപ്പോഴും നടത്തി വരുന്ന ഒരു സ്ഥിരം ശൈലിയിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു വ്യത്യസ്തമാക്കുന്ന മാറ്റിയിട്ടാണ് നമ്മൾ ലൈറ്റ്സും ഈ ടേബിൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇങ്ങനെയൊക്കെ ആലോചിച്ചത്. ഇതിൽ രാപ്പകല് ഇരുന്ന് അധ്വാനിച്ച് എൻ്റെ കൂടെ നിന്ന കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ട്. പ്രത്യേകാൽ അലക്സ് ചേട്ടൻ നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. ഇന്നലെ രാത്രി എന്നല്ല, ഇന്ന് രാവിലെ 4 മണി വരെ ആക്ച്വലി നമ്മൾ പള്ളിയിലുണ്ടായിരുന്നു. ഇതൊന്നും അങ്ങോട്ട് ആക്കുന്നു ഇങ്ങോട്ട് ആക്കുന്നു. കാണുമ്പോൾ സിമ്പിളായിട്ട് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതിന് പുറകിൽ കുറേ നേരം ഉണ്ടായിരുന്നു, കുറേ വർക്കുകൾ ഉണ്ടായിരുന്നു. കൂടെ കുക്കു, നിബിൻ ജോൺ, കൂടെ അതിന്റെ കൂടെ നമ്മളവിടെ റിബ ചേച്ചി, ഗീൽ ചേച്ചി, യുവജന പ്രസ്ഥാന അംഗങ്ങൾ എല്ലാവരെയും പൊന്നും എല്ലാവരെയും അവരവരുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് നിക്സൺ ചേട്ടൻ, അമിതയും നമ്മളിൽ ഒരാളായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരോടുള്ള നന്ദി ഞാൻ ഒറ്റ വാക്കിൽ അറിയിക്കട്ടെ. കൂടാതെ ഇന്ന് എല്ലാവരെയും ക്ഷണിച്ചപ്പോൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നു, സ്നേഹവിരുന്നിൽ പങ്കെടുത്ത് ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ പരിപാടി വളരെ മനോഹരമാക്കി തീർത്ത എല്ലാ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികളെയും ഞാൻ ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കൂടാതെ സൗണ്ട്സ്, ലൈറ്റ്സ്, ടേബിൾസ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തന്ന ചേട്ടന്മാർ, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി.